വേദനകളുടെ കയങ്ങളിൽ മുങ്ങിപ്പോകുമ്പോൾ നാം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ കർത്താവേ, നീ വേഗം ഒന്ന് വന്നെങ്കിൽ എന്ന്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ദാവീദ് രചിച്ചതാണ് 70-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തെ ഒരു ജ്ഞാപക സങ്കീർത്തനം എന്നാണ് തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത്. 40-ാം സങ്കീർത്തനം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ ഇതേ വരികൾ കാണാൻ കഴിയും. ദാവീദിനെ കൊല്ലുവാൻ ശൗലും സൈന്യവും അവൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ്. പലപ്പോഴും ശൗലിനെ ഭയന്ന് ദാവീദിനെ ഗുഹകളിലും മലകളിലും ഒളിച്ചു പാർക്കേണ്ടതായി വന്നു. പലതരത്തിലുള്ള യുദ്ധങ്ങൾ ദാവീദിനെ നേരിടേണ്ടി വന്നു. ഇങ്ങനെ യുദ്ധങ്ങൾ വന്നപ്പോൾ എല്ലാം ദാവീദ് യഹോവയോട് ആലോചന ചോദിച്ചതായി 1 ശമൂവേലിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം ഉടനെ തന്നെ ഉത്തരം അരുളിയിട്ടുമുണ്ട്. ശൗൽ കുന്തവുമായി 3000 പേരുമായി ദാവീദിനെ പിന്തുടർന്നു. പലപ്പോഴും ഗുഹകളിൽ കയറി ഒളിച്ചിരിക്കുമ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും വിലാപ പ്രാർത്ഥനകൾ ഉയർന്നു. അതിലൊരു പ്രാർത്ഥനയാണ് 70-ാം സങ്കീർത്തനം. ഈ പ്രയാസവേളയിൽ ദൈവമേ, നീ വേഗം വരണമേ എന്ന് ദാവീദ് അപേക്ഷിക്കുകയാണ്. ജീവിതത്തിൽ ഇതുപോലെയുള്ള പല പ്രതിസന്ധികളും നമുക്ക് നേരിടാം. ജീവിതത്തിൽ പ്രാണഭയം വരാം. പലതരം മാരകമായ രോഗങ്ങളാൽ നാം വലയാം. പലതരം കടബാധ്യതകളാൽ മനസ്സ് ആകുലപ്പെടാം. ഇത്തരുണത്തിൽ പ്രശ്നങ്ങളെ നോക്കാതെ പ്രശ്ന പരിഹാരകനിൽ നാം കണ്ണുകൾ പതിപ്പിക്കണം. ദൈവം നമ്മുടെ അടുക്കൽ വേഗത്തിൽ വരണമേ എന്ന് നാം കരളുരുകി അപേക്ഷിക്കണം. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് 2 തവണ ദൈവമേ, എന്നെ സഹായിപ്പാൻ എൻ്റെ അടുക്കൽ വേഗം വരണമേ എന്ന് അപേക്ഷിക്കുന്നുണ്ട്. അതിനുള്ള കാരണങ്ങളും ദാവീദ് പറയുന്നു. ഞാനോ എളിവനും ദരിദ്രനും ആകുന്നു. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. യഹോവേ, താമസിക്കരുതേ. 70-ാം സങ്കീർത്തനം 5-ാം വാക്യം. ദൈവമാണ് വലിയവനെന്നും ദൈവമാണ് സഹായകനെന്നും തിരുമുൻപിൽ താൻ എളിയവനും ദരിദ്രനുമാണെന്ന് ദാവീദ് സമ്മതിക്കുന്നു. നാം ഒന്നുമല്ല എന്നും ദൈവമാണ് സകലതും എന്നും സമ്മതിക്കുമ്പോഴാണ് ദൈവം വേഗത്തിൽ നമ്മുടെ അടുക്കിലേക്ക് വരിക. ദാവീദ് ശൗലിനെ ഭയന്ന മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ച് സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർക്കുമ്പോൾ ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു. സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു ദാവീദ് താമസിച്ചിരുന്നത്. ഈ വിവരം സീഫിർ വഴി ശൗൽ അറിഞ്ഞു. ഹക്കീല മലയിലെ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ദാവീദിൻ്റെ സകല വിവരങ്ങളും അറിയിക്കുവാൻ ശൗൽ അവരെ ചട്ടം കെട്ടി. ഈ വിവരം ദാവീദ് അറിഞ്ഞപ്പോൾ ദാവീദ് മാവോൻ മരുഭൂമിയിലെ സേരയിൽ ചെന്ന് താമസിച്ചു. ശൗൽ ഇത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു. ശൗൽ പർവ്വതത്തിൻ്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിൻ്റെ അപ്പുറത്തും കൂടി നടന്നു. ശൗലും ആളുകളും അവനെ വളഞ്ഞു. ശൗലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു. ദാവീദ് ദൈവമുഖം അന്വേഷിച്ചു. ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ വിടുവിപ്പാൻ, യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ച് പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം പിന്തിരിഞ്ഞ് പോകട്ടെ. 70-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ശൗൽ ദാവീദിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കി. ശൗൽ ദാവീദിൻ്റെ അനർത്ഥം കണ്ട് സന്തോഷിച്ചു. നന്നായി നന്നായി എന്ന് പറഞ്ഞു ചിരിച്ചു. ദാവീദിനെ സഹായിപ്പാൻ ആരുമില്ല. ഭയപ്പാടിൻ്റെ നിമിഷങ്ങൾ, എല്ലാം തകർന്നു പോകുന്ന നിമിഷങ്ങൾ. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ശൗലിൻ്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു. ക്ഷണം വരേണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. ആകയാൽ ആ സ്ഥലത്തിന് സേലഹമ്മ ലക്കോത്ത് എന്ന പേരായി. ദാവീദോ അവിടം വിട്ട് കയറിപ്പോയി ഏൻ ഗതിയിൽ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തു. 1 ശമൂവേൽ 23-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് ഒരു ദൂതനെ വിട്ട് അറിയിക്കുകയും ശൗലും സൈന്യവും ദാവീദിനെ വിട്ട് ഫെലിസ്ത്യരുടെ നേരെ തിരികുകയും ചെയ്തു. സ്വയം എളിമപ്പെടുത്തി ദൈവസേനയുടെ സഹായത്തിനായി അപേക്ഷിച്ചാൽ നല്ലവനായ ദൈവം വേഗത്തിൽ നമ്മുടെ അടുക്കൽ വരും. ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ ഉള്ളുരുകി വിളിക്കാം. ദൈവം വേഗത്തിൽ വന്ന് ഉത്തരമരുളും. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല.
ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 34-ാം സങ്കീർത്തനം 4 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com